ഹായ്, ഞങ്ങളുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞങ്ങൾ എന്താ പറയുക, കടയിൽ നിന്ന് പോയിട്ട് വരാൻ നേരിട്ട് കടയിൽ നിന്ന് കുറച്ച് സാധനങ്ങൾ വാങ്ങാണ്ടായിരുന്നു. അപ്പോൾ നേരെ വൈകിട്ട് ഉച്ച സമയമായി. അപ്പോൾ ഇപ്പോഴാണ് പോണത്. നേരെ വീഡിയോ നടക്കേ ഭയങ്കര വെയിൽ. അപ്പോൾ സ്കൂളൊക്കെ അടച്ചല്ലേ ക്രിസ്മസിന്. അപ്പോൾ ഞാൻ 4 ദിവസം വീട്ടിൽ വന്ന് നിൽക്കാൻ നേരിട്ട്. അപ്പോൾ അനിയത്തിയൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ ഒരുമിച്ചിട്ട് വരിക. കാരണം ഒറ്റയ്ക്ക് വരുമ്പോൾ രസം ഉണ്ടാവില്ല വീട്ടിലേക്ക് വരുമ്പോൾ. അപ്പോൾ ഞങ്ങൾ ഒരാൾ വരികയാണെങ്കിൽ അവൾ ആദ്യം വിളിക്കട്ടോ, അങ്ങനെ വരുന്നുണ്ട് ഈ വായു പറഞ്ഞിട്ട്. അപ്പോൾ ഞങ്ങളുണ്ട്. അതേപോലെ തന്നെ ഞാനും പോകുമ്പോഴും അതേപോലെ തന്നെ ചെയ്യട്ടോ, അവളെ വിളിച്ചിട്ട് അവളോട് വരാൻ പറയും. അപ്പോൾ ഞങ്ങൾ ഒരുമിച്ച് നിൽക്കുള്ളൂ. പിന്നെ അവിടെ തറവാട്ടിൽ അവിടെ മാമന്മാരെ മക്കളും എല്ലാവരും വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ആ സ്കൂൾ അടക്കുന്ന സമയത്ത് ഒരുമിച്ച് എല്ലാവരും വരുമ്പോഴേ കാണാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ റോട്ടിലേക്ക് എത്താം. റോട്ടിൻ്റെ അവിടെ അപ്പുറത്തെ പൊളിയിൽ പിന്നെ അമ്മേരെ വീടാട്ടോ. അമ്മേരെ വീടാണ് കാണുന്നത്. അമ്മേരെ വീടിൻ്റെ അവിടുത്തെ തറവാട്ടമ്പലാട്ടോ അത്. അപ്പോൾ ഇവിടെ അടുത്ത് തന്നെ കേട്ടോ അമ്മേരെ വീട്. അപ്പോൾ ഞങ്ങൾ എന്താ പറയുക, പിന്നെ ദിവസം കാണിച്ചു തരാം കേട്ടോ അമ്മേരെ വീടൊക്കെ. അപ്പോൾ ഞങ്ങൾ എന്താ പറയുക, അധികം സാധനം വാങ്ങാൻ ഇവിടെ വീട്ടിൽ വരുമ്പോഴേ പോകുള്ളൂ കേട്ടോ. കാരണം ദൂരം അധികമില്ല. ഇവിടുന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങി 2 അടി നടന്ന റോട്ടിലേക്ക് എത്തിട്ടോ. പിന്നെ അമ്പാടിയുടെ മുടിയൊക്കെ കെട്ടിക്കെടുത്തുന്നു കേട്ടോ. അമ്പാടിയുടെ മുടി കണ്ണിക്ക് തൂങ്ങിയിട്ട്. അപ്പോൾ ഒരു പെൺകുട്ടിയായിരുന്നു മുഖം കേട്ടോ, അമ്പാടിയുടെ മുഖം. അപ്പോൾ ഞങ്ങൾ അവിടെ ചേച്ചീനെ കണ്ട്. അപ്പോൾ ചേച്ചീനോട് സംസാരിച്ച് തിരിച്ച് കടയ്ക്ക് പോകുന്ന സമയം ഇപ്പം തന്നെ ചേച്ചി ചീത്താറിട്ട് ഈ കുട്ടികളെയും കുടിച്ചിട്ട് എന്തിനായി വെയിലത്ത് കൂടി പോയിരുന്നു. അപ്പോൾ രാവിലെ പോരുന്ന രീതിയിൽ നിന്നപ്പോൾ നടന്നില്ല. അപ്പോൾ ഞങ്ങൾ വേഗം പോയിട്ട് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് പോരാൻ കരുതി. ആ ഫോൺ ആദ്യം കൊണ്ടേ കൊടുക്കേ, വേ അടയ്ക്കിട്ടോ സോനു. അപ്പു പിന്നെ ഇവിടെ അമ്മേരെ അച്ഛൻ്റെ അടുത്ത് തന്നെ കേട്ടോ. അപ്പോൾ ഇവിടെ നിന്ന് സ്കൂളിലേക്ക് പോകണം. അപ്പോൾ അപ്പുവിൻ്റെ ഇപ്പോൾ സാധനങ്ങളൊക്കെ വാങ്ങാൻ പോകണം. ഇവിടെ കൊണ്ട് എനിക്ക് പേടിയില്ല കേട്ടോ. പിന്നെ സങ്കരംകുളത്തൊക്കെ ആകുമ്പോൾ നമുക്ക് പറഞ്ഞേക്കാൻ ഭയങ്കര പേടിയാണ്. പക്ഷെ കുറച്ച് ദൂരമല്ലേ. ആ എന്താ വില ഇതാ അതല്ല സൈക്കിൾ വാങ്ങി പോണ്ടി വരും. അത് അമ്പാടിക്ക് വലിപ്പം കൂടും. അമ്പാടിക്ക് ചെപ്പ് വേണരി. അതൊരു കറുപ്പുണ്ടല്ലോ, ഒരു കറുപ്പുണ്ടല്ലോ അടിയിൽ കറുപ്പ്. അതിൻ്റെ കറുപ്പ് അല്ലാടെ ഒരു പുള്ളിയുണ്ട്. കൊച്ചു ഇത് പറ്റടി, കൊച്ചു ഇത് പറ്റടി. വേദനിക്ക് കുഞ്ഞോ, ഞാൻ അമ്പാടിക്ക് ചെരുപ്പ് കാണാൻ നേരെ പോയത് കേട്ടോ. അമ്പാടി കാലുമ്മ ഈ മുറ്റത്തൂടെയൊക്കെ നടന്നിട്ടേ കാലുമ്മ ഇങ്ങനെ കല്ലുത്തിട്ടപ്പോൾ വേദന. ഇപ്പം ചെറിയ ചെരുപ്പ് വാങ്ങിയപ്പോൾ അപ്പോൾ അവള് പൗഡറൊക്കെ വാങ്ങിയപ്പോൾ ഞാനും ഓരോ പൗഡറൊക്കെ വാങ്ങി. പിന്നെ അവന് പമ്പേഴ്സ് ഉണ്ടായിരുന്നില്ല, അപ്പോൾ അത് ഒരു കൂട് വാങ്ങി. സോനുവിനും അപ്പനും ഓരോ മോതിരം വാങ്ങി. പിന്നെ കൊച്ചു എന്തൊക്കെ കുറച്ച് സാധനങ്ങൾ വാങ്ങിട്ടോ. പിന്നെ കൂടുതൽ നേരം അവിടെ നിൽക്കാൻ പറ്റില്ല മക്കളെയും കൊണ്ടൊക്കെ. പിന്നെ എന്താ പറയുക, കുറച്ച് സാധനങ്ങൾ വാങ്ങാൻ അമ്മ പറയുന്നു കേട്ടോ. എണ്ണയും പഴമൊക്കെ വാങ്ങാൻ പറഞ്ഞു. അപ്പോൾ അതൊക്കെ വാങ്ങിപ്പോന്നു. പിന്നെ കടകളൊക്കെ അടയ്ക്കൽ തുടങ്ങി കേട്ടോ. പിന്നെ കൂടുതൽ നേരം അങ്ങനെ നിൽക്കാൻ പറ്റില്ല, ഭയങ്കര വെയിലാണ്. പിന്നെ അമ്പാടി ഭയങ്കര വാശി പിടിക്കുന്നു കേട്ടോ, കരഞ്ഞിട്ട്. അങ്ങനെ അവന് ഉറക്കം വന്നിട്ടേ ഓനെയും കൊണ്ട് പോയതല്ല. അപ്പോൾ വേഗം പോകുന്ന പറഞ്ഞു. ഇപ്പം ഞങ്ങൾക്ക് എൻ്റെ കയ്യിലത്തെ പൈസ ഒക്കെ കഴിഞ്ഞു. കൈയൊക്കെ കേടരും. അറിയില്ല, അമ്മയോട് ചോദിച്ചോക്കി അറിയാം. ഓ ഞാൻ 1 ലിറ്റർ വാങ്ങും.
അമ്പാടി പിന്നെ കുറുമ്പ് പിടിച്ച് ഉറങ്ങി കേട്ടോ. എന്താ പറയുക, ഓന് എന്താ പറയുക ഉറങ്ങേണ്ട സമയമായപ്പോഴാണ് ഞങ്ങൾ കടയിൽ പോയത്. അപ്പോൾ ഓന് ഉറങ്ങുകയും ചെയ്തു. പിന്നെ മക്കൾ പറഞ്ഞ ഐസ്ക്രീം വാങ്ങണം എന്ന് പറഞ്ഞു. അപ്പോൾ അവർക്കൊക്കെ ഐസ്ക്രീമായി കൊടുത്തപ്പോൾ ഞങ്ങളും ഒരു ഐസ്ക്രീമൊക്കെ വാങ്ങിയിട്ട്, നമുക്ക് വെയിലായിരുന്നു, നല്ല ചൂടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഒന്ന് തണുത്തോട്ട് വെച്ചിട്ട് ഒരു ഐസ്ക്രീമൊക്കെ വാങ്ങിപ്പോന്നു. അമ്പാടിന് ഐസ്ക്രീം കൊണ്ടൊക്കെ 160 രൂപ. പൈസ ഉണ്ടേ അല്ലേ കാവൽക്കാരാട്ടെ നായയുടെ ആവശ്യമില്ലല്ലോ വീട്ടിലല്ലേ. അപ്പോൾ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം കൂടി ഒന്ന് എഴുതി അറിയിക്കണം കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം.